നമ്മളെ എതിർക്കുന്നവരെ ജാഥയും ഇവിടെ കടന്നു വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ലേ? ഇവിടെ ജാഥ വന്നില്ലേ? മറ്റവരുടെ ജാഥ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആ ജാഥയും ഈ ജാഥയും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. ഒരു കൂട്ടം ആളുകളെ നാടകങ്ങൾ നടത്തിക്കൊണ്ടാണ് CPM അവരുടെ ജാഥ നടത്തുന്നത്. കോഴിക്കോട്ടേക്ക് കേരളത്തിലെ ബഹുമാനായ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷ് കടന്നു വരുമ്പോ ഗോവിന്ദ മാഷിന്റെ വേദിയിലേക്ക് വേച്ചു വിറച്ചുകൊണ്ട് ഒരു പാവം വൃദ്ധൻ കടന്നു വരികയാണ്. ഒറ്റ നോട്ടത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ഒരു പാവം വൃദ്ധൻ, വയോവൃദ്ധൻ സംസ്ഥാന സെക്രട്ടറിയെ കാണുവാൻ വേച്ചു വന്ന് കയറുകയാണ്. അതാരെന്ന് ഞങ്ങൾ പരിശോധിച്ചു. അത് ഈയാടത്തെ മൊയ്തുക്കയാണ്. ആരാണ്? കോഴിക്കോട് ഈയാടത്തെ ഈ മൊയ്തുക്കയാണ്. മൊയ്തുക്ക വേച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും 500ന്റെ 4 നോട്ടുകൾ എടുത്ത് പൊക്കി ഇങ്ങനെ കാണിച്ചിട്ട് അദ്ദേഹം ദുർബലമായ ശബ്ദത്തിൽ പറയുകയാണ്, നാടകമാണ്. അദ്ദേഹം പറയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. UDF വന്നാൽ ഇത് കിട്ടില്ല. എന്താണ്? UDF വന്നാൽ ഇത് കിട്ടില്ല. നിങ്ങൾ കിട്ടൂല, നിങ്ങൾ തന്നെ തുടരണം. ഒരു സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയതിൽ നിന്നും 2000 രൂപയെടുത്ത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അടയാളമായി തന്നെ പറയണം. എന്നാൽ ഇവിടെ എന്താണ്? പിറ്റേന്ന് ചായക്കടയിൽ വെച്ച്, ഈയാടത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഈയാടത്തെ മൊയ്തുക്കയോട് മറ്റുള്ളവർ ചോദിച്ചു, എന്തായിരുന്നു ആ നാടകം? അപ്പോ മൊയ്തുക്ക പറഞ്ഞു, എന്നോട് സഖാക്കന്മാര് പറഞ്ഞു, നാട്ടിലെ സഖാക്കന്മാര് പറഞ്ഞു, നിങ്ങൾ ആദ്യം കൊടുക്കണം, കൊടുത്തിട്ട് UDF വന്നാൽ കിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഞങ്ങളുടെ മാഷ്, ഏത് മാഷ്? CPMന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ വിനീത കുലീനനായി ആ നോട്ടുകൾ കൈപ്പറ്റും. എന്നിട്ട് ആ പഞ്ചപാവം മൊയ്തുക്കയുടെ ശരീരത്തിൽ നിന്ന് തടവിയതിനു ശേഷം ആ നോട്ടുകൾ ആ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് തൽക്കാലം ഞാനിത് സ്വീകരിച്ചു എന്ന് പറയും. നാടകം അവിടെ അവസാനിക്കും. ഇതല്ലേ CPM? എന്തിനാണ് സഖാക്കളെ 10 കൊല്ലക്കാലം അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി, 10 കൊല്ലം ഭരിക്കാൻ കിട്ടിയ ഒരു പാർട്ടി എന്തിനാണ് ഇത്തരം തെരുവു നാടകങ്ങൾ? അതിന്റെ ഉത്തരമാണ് 10 കൊല്ലം കൊണ്ടൊരു കാര്യവും ചെയ്തിട്ടില്ല. ഇതിന്റെ 10 കൊല്ലത്തിനിടയിൽ നമ്മളെ പിഴിഞ്ഞ് ഈ നാടിന്റെ ചണ്ടിയെടുത്തു. നിങ്ങൾ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രതിമുട്ടിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 19 രൂപയ്ക്കും 20 രൂപയ്ക്കും അരി കിട്ടിയിരുന്നപ്പോ DYFI വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താ മുദ്രാവാക്യം? എന്നോട് ഞാൻ പറഞ്ഞാണല്ലോ, അവിടെ പ്രസംഗിച്ചല്ലേ. എന്താ മുദ്രാവാക്യം? 19 രൂപയുണ്ടായിരുന്ന അരി 20 രൂപയായി. എന്താ കാര്യം? ആന്ധ്രയിലെ മില്ലുകൾക്ക് സമരം. ആന്ധ്രയിലെ മില്ലുകൾ കാരണം, അവരുടെ സമരം കാരണം 19 രൂപയുണ്ടായിരുന്ന അരി 20 രൂപയായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അന്ന് ചിറ്റൂരിലെ DYFI, കൊല്ലങ്കോടത്തെ DYFI, പാലക്കാടത്തെ DYFI വിളിച്ച മുദ്രാവാക്യം എന്തെന്നറിയോ? എന്താണെന്നറിയോ? അരിയെവിടെ ഉമ്മൻചാണ്ടി, അരിയെവിടെ? അരി തരൂ ഉമ്മൻചാണ്ടി. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായി DYFIയെ കാണുന്നില്ല. എവിടെ DYFI? DYFI? എവിടെ SFI? എവിടെ മറ്റേ മഹിളകളുടെ സംഘടന? എന്താണ് റഷീദ്? ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എവിടെ? സഖാത്തിമാരുടെ അടുപ്പ് കൂട്ടി സമരം. നമുക്ക് കപ്പ പുഴുങ്ങിയിട്ട് സമരം നടത്തണ്ടേ? നമുക്ക് കട്ടൻ ചായ ഇട്ട് സമരം നടത്തണ്ടേ? നമുക്ക് തെരുവുകൾക്ക് മുമ്പിൽ പൊങ്കാലയിട്ട് സമരം നടത്തണ്ടേ? കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇതെല്ലാം കാണുമായിരുന്നല്ലോ. ഇപ്പൊ എന്താ സമരം ഇല്ലാത്തത്? ഇപ്പോ കോൺഗ്രസ് അല്ല ഭരണം, തമ്പുരാന്റെ ഭരണമാണ്. തമ്പുരാൻ ഭരിക്കുമ്പോൾ ഞങ്ങൾ കപ്പ പുഴുങ്ങില്ല. തമ്പുരാൻ ഭരിക്കുമ്പോൾ ഞങ്ങൾ കട്ടൻ ചാകിട്ട് സമരം നടത്തില്ല. തമ്പുരാൻ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് സമരത്തിന് അവധിയാണ്. എന്നാൽ കോൺഗ്രസ് ആയിരുന്നെങ്കിലോ ഞങ്ങൾ കേറിയിരുന്ന് പൊളിച്ചനെ. ഇതല്ലേ? ആര് രക്ഷപ്പെട്ടു? ചിറ്റൂരിലെ CPMകാർ രക്ഷപ്പെട്ടോ?
ചിറ്റൂരിലെ കർഷകർ രക്ഷപ്പെട്ടോ? 10 കൊല്ലം കൊണ്ട് ചിറ്റൂരിലെ സാധാരണക്കാരായ കർഷക തൊഴിലാളി രക്ഷപ്പെട്ടോ? നെല്ല് പണിയെടുക്കുന്നവർ രക്ഷപ്പെട്ടോ? നാളികേര കർഷകർ രക്ഷപ്പെട്ടോ? കൂലിപ്പണിക്കാർ രക്ഷപ്പെട്ടോ? സർക്കാർ ജീവനക്കാർ രക്ഷപ്പെട്ടോ? പാവങ്ങൾ രക്ഷപ്പെട്ടോ? കമ്മ്യൂണിസ്റ്റുകളെങ്കിലും രക്ഷപ്പെട്ടോ? ഒരാളും രക്ഷപ്പെട്ടില്ല. നിങ്ങൾ ആരെങ്കിലും രക്ഷപ്പെട്ടോ? നിങ്ങൾ ആരെങ്കിലും 10 കൊല്ലം കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. ഇവിടെ ആരാ രക്ഷപ്പെട്ടത്? ഒരു കുടുംബം മാത്രം. ഞാനിപ്പോ പറയാം, ചിറ്റൂരത്തെ കമ്മ്യൂണിസ്റ്റുകൾ പോലും രക്ഷപ്പെട്ടത് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ ഒരു കുടുംബം മാത്രം, കോടികൾ കോടികൾ കോടികളുടെ മണികിലിക്കം, ഒരു കുടുംബത്തിലെ രാജാവ്, രാജാവിന്റെ മോള്, രാജാവിന്റെ മോനെ, രാജാവിന്റെ മോന്റെ അമ്മായിയപ്പൻ, സകലരും കോടികൾ കോടികൾ കോടികൾ. എങ്ങനെയാണ് ഒരു കുടുംബം മാത്രം ഇങ്ങനെ കോടീശ്വരന്മാരായിട്ട് മാറിയത്? എന്റെ ചോദ്യമാണ്. ഞങ്ങളിത് വെറുതെ പറയല്ല. രാജാവിനെതിരെ സമൻസ് വന്നു. എന്താ സമൻസ്? ലാവ്ലിൻ കേസാണ്. അത് പഴയതാണ്. പഴയതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി നിർത്താം. എന്നാ മോക്കെതിരെയുള്ള കേസ് എന്താ? ചിറ്റൂരിൽ എന്തായിരുന്നു CPM-ന്റെ പ്രസംഗം? CPM-കാരുടെ പ്രസംഗം എന്തായിരുന്നു അറിയോ? എന്താണ് പ്രസംഗം? എന്തായിരുന്നു പ്രസംഗം എന്നറിയോ? മരിക്കാൻ ഞങ്ങൾക്കു മനസ്സില്ല, മുട്ടുമടക്കാൻ മനസ്സില്ല, മുതലാളിത്തമേ നിൻ മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല. ഇതായിരുന്നില്ലേ മുദ്രാവാക്യം? എന്ന് പറഞ്ഞാൽ ഒരു മുതലാളിയുടെ മുമ്പിലും എന്ത് ചെയ്യില്ല? മരിക്കില്ല, മുട്ടുമടക്കില്ല. ആരാണ് മുതലാളിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്? ആര്? അങ്ങനെ ഒരു അല്പം കൂടെ പതിഞ്ഞു പറ. രാജകുമാരി. ആര്? രാജകുമാരി. ഏത് മുതലാളി? കരിമണൽ മുതലാളി. ഏത് മുതലാളി? കർത്ത. ഏത് കർത്ത? ശശിധരൻ കർത്ത. എത്ര കോടി? 1,67,00,000. എന്ത് സേവനം? ഒരു സേവനവും ചെയ്തു കൊടുത്തിട്ടില്ല. ഒരു സേവനവും ചെയ്യാതെ രാജാവിന്റെ മകൾ AC റൂമിനകത്തിരുന്ന് കോടികൾ കോടികൾ കൊയ്തെടുത്തു. ഇവിടെ ഈ ചിറ്റൂരിൽ പാവപ്പെട്ട കർഷക തൊഴിലാളി ഇവിടെ നെല്ലുണ്ടാക്കാൻ, നെല്ല് വിതക്കാൻ, നെല്ല് കൊയ്യാൻ ഈ സാധുക്കളും പാവങ്ങളും ഇവിടുത്തെ തോട്ടങ്ങളിൽ പണിയെടുത്തു. എന്നാൽ ഒരു പണികളും എടുക്കാതെ ഒരു രാജാവിന്റെ പൊന്നുമോൾ വീട്ടിനകത്തിരുന്ന് കാശുണ്ടാക്കി. ആരെങ്കിലും ഒരാൾ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരാളെങ്കിലും മുതലാളിയുടെ കയ്യിൽ നിന്നും സേവനം ചെയ്തു കൊടുക്കാതെ കാശ് വാങ്ങി തെറ്റല്ലേ മുതലാളി എന്ന് ചോദിക്കാൻ തന്റെ ഇടമുള്ള നാട്ടിലുള്ള ഒരുത്തൻ, ഒരാൾ ഈ കേരളത്തിലെ CPM-ൽ ഉണ്ടായോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ തത്തമംഗലത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോ ഭാഗ്യക്കുറി കച്ചവടക്കാർ വിളിച്ചു പറയുമായിരുന്നു. എന്താ വിളിച്ചു പറഞ്ഞുകൊടുക്കുന്നത്? കാരുണ്യ, 50 റുപ്യ, കാരുണ്യ. നാളെയാണ്. വിളിച്ചില്ലേ? കാരുണ്യ ലോട്ടറിക്ക് വേണ്ടിയിട്ട് വിളിച്ചില്ലേ? കാരുണ്യ ലോട്ടറി വിറ്റ് ഒരു പാവപ്പെട്ട മുഖ്യമന്ത്രി 1750 കോടി രൂപയാണ് ഇവിടുത്തെ സാധുക്കൾക്ക് വിതരണം നടത്തിയത്. ഉടുപ്പില്ലാത്തവർ, ചെരുപ്പില്ലാത്തവർ, നല്ല ചീലയില്ലാത്തവർ, സാധുക്കൾ, പഞ്ചപാവങ്ങൾ അടുത്തു വന്നിട്ട് കരഞ്ഞപ്പോ അവരുടെ പേരിൽ കാരുണ്യയുടെ ഫണ്ട് എഴുതി കൊടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി ഈ നാടിന്റെ കാവലായുക, നാടിന്റെ നായകനായുക കേരളത്തിലെ എക്കാലത്തെയും വലിയ ജനകീയൻ ഉമ്മൻചാണ്ടിയായിരുന്നു. അല്ലേ? അടിക്കണമെങ്കിൽ എല്ലാവരും കൂടെ അടിക്കണം, കളാറുണ അടിക്കണം. എന്റെ ചോദ്യം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു ക്യാൻസർ രോഗി, ഒരു പാവപ്പെട്ടവൻ ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ക്യാൻസറാണ്, ജീവിക്കാൻ നിവൃത്തിയില്ല, ചികിത്സിക്കാൻ നിവൃത്തിയില്ല, എന്റെ ശരീരത്തിൽ നിന്ന് പുഴു വരുന്നുണ്ട്, ചികിത്സിക്കാൻ പണമില്ല സർ, നിങ്ങൾ രാജാവല്ലേ? അദ്ദേഹം തിരുത്തി, ഞാൻ രാജാവല്ല, ഞാൻ മുഖ്യമന്ത്രിയാണ്. ആ രാജാവേ, ഇതിന് പരിഹാരം ഉണ്ടാക്കണം, ഞങ്ങളും ഇവിടത്തെ പ്രജകളാണ്. അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ വിളിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചീഫ് സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ക്യാൻസർ രോഗികൾ, പാവങ്ങൾ, അവർക്ക് 3.5 ലക്ഷം രൂപ കിട്ടുന്ന ചികിത്സാ പദ്ധതി ഉണ്ടാക്കണം. അങ്ങനെ തുടങ്ങിയതാണ് സുഹൃതം. സുഹൃതം
ഇപ്പൊ സുഹൃത ഉണ്ടോ? ശിവതോന്ദ്ര ഉണ്ടോ? ഇപ്പൊ സുഹൃത ഇല്ലല്ലേ? ഉണ്ണിയുടെ ലോട്ടറി വിറ്റാണ് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്തത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് സാധുക്കൾ വന്നു. ഇതുപോലുള്ള അമ്മമാർ വന്നിട്ട് അടുത്തുനിന്ന് അപ്പുറത്ത് ദൂരെ രാജാവിന്റെ അടുത്തിങ്ങനെ തൊഴുതൊന്നുമില്ല. ഇതുപോലത്തെ അമ്മമാർ ഓടിന്ന് വരും. വന്നിട്ട് ഉമ്മൻചാണ്ടിയെ കയറി ഒരു പിടിയൊക്കെ പിടിക്കും. ഉമ്മൻചാണ്ടി സാറിനെ കയറി പിടിച്ചിട്ടവർ ആ നെഞ്ചിൽ ചാരി നിന്ന് കരയും. സാധുക്കളും പാവങ്ങളുമാണ്. അവർ പറയും, സാറേ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പണമില്ല, ഞങ്ങൾക്ക് പണം തരണം. എത്ര സഹോദരങ്ങൾ, എത്ര അമ്മമാർ, എത്ര പാവങ്ങൾ, അവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം തുറന്നു വെച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി. ഇപ്പൊ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഉണ്ടോന്ന് ഇല്ല. ഒരു വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ ആ കിടപ്പ് രോഗിയുടെ കൂട്ടിരിപ്പുകാർക്ക് 1000 രൂപ വെച്ച് പെൻഷൻ കൊടുത്തു ഐക്യജനാധിപത്യ മുന്നണി. ഇപ്പൊ ഉണ്ടോ? നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിങ്ങൾ മാവേലി സ്റ്റോറുകളിലേക്ക് പോയാൽ നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. സപ്ലൈകോകളിൽ നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ സപ്ലൈകോ എന്താ? ഉണ്ടോന്ന്? ഇപ്പൊ ചീപ്പ് സോപ്പും കണ്ണാടി മാത്രമേ ഉള്ളൂ, ഒരു സാധനമല്ലോ. സപ്ലൈകോ പൂട്ടിപ്പോയി. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് മൊബൈൽ മാവേലി സ്റ്റോർ വന്നു നിന്നു. ഓർമ്മയില്ലേ? അടച്ചിട്ട ലോറികളിൽ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വണ്ടികൾ വന്നു നിന്നു. മൊബൈൽ മാവേലി സ്റ്റോർ. ആ മൊബൈൽ മാവേലി സ്റ്റോറുകൾ ഇപ്പൊ ഉണ്ടോ? എന്താ ഇല്ലാത്തത്? കൈപ്പത്തി ഭരിച്ചപ്പോ, കോൺഗ്രസും മുന്നണിയും ഭരിച്ചപ്പോ എല്ലാ വീടുകൾക്ക് മുമ്പിലും മൊബൈൽ മാവേലി സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഉണ്ടോ? ഇല്ല. എന്താ ഇല്ലാത്തത്? നിങ്ങൾക്കറിയോ? ഒരു വീട്ടിലേക്ക് പോയി, ഉമ്മൻചാണ്ടി ഒരു വീട്ടിലേക്ക് പോയപ്പോഴാണ് അടുത്ത് വന്ന അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഒരു മരണ വീട്ടിൽ കൂടെ കയറണം, ഒരു മരണ വീട്ടിൽ കൂടെ കയറിയേ പറ്റൂ. ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, പോവാൻ സമയം തിരുവനന്തപുരത്ത് എത്തണം. ഇല്ല, ആ മരണ വീട്ടിൽ കൂടി കയറിയിട്ട് പോകാം. മരണ വീട്ടിലേക്ക് കയറുമ്പോ ഒരു ബോഡി, അതിനെന്താണ് ഈ ഗ്ലാസിനകത്ത് വെച്ച് വെക്കണത്? ആ ഫ്രീസറിൽ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ഒരു അച്ഛന്റെ ബോഡിയാണ്. ഒരു പാവപ്പെട്ട ഒരു പിതാവ് മരിച്ചു കിടക്കുകയാണ്. 2 പിഞ്ചു കുട്ടികൾ, ഒരു 8 വയസ്സും ഒരു 6 വയസ്സും. 8ഉം 6ഉം വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഈ മൃതദേഹ പേടകത്തിന്റെ ഗ്ലാസിന്റെ മുകളിൽ കയറി ചാഞ്ഞു കിടന്ന് കരയുന്ന ഒരു ചിത്രമുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഈ കുട്ടികൾ അനാഥരായി. ഈ കുട്ടികളുടെ അമ്മ 6 മാസം മുമ്പ് ക്യാൻസർ വന്ന് മരിച്ചതാണ്. അവർ സ്നേഹവിവാഹമായതിനാൽ ബന്ധുക്കളാരുമില്ല. അമ്മ മരിച്ചുപോയ കുട്ടികളാണ്. അറ്റാക്ക് വന്നിപ്പോ അച്ഛനും മരിച്ചു. 9ഉം 6ഉം വയസ്സുള്ള ഈ 2 കുട്ടികൾക്ക് ഇനി ആരുമില്ല. അവരെ അനാഥാലയത്തിൽ കൊണ്ടുപോകണം. ഉമ്മൻചാണ്ടി ആകെ പ്രയാസത്തിലായി. കേരളത്തിലെ ബഹുമാന്യ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ കുട്ടികളെ ഇങ്ങനെ ചേർത്തങ്ങ് പിടിച്ചു. പൂച്ചക്കുട്ടികൾ ഇരുന്ന് കുറുകുന്നത് പോലെ കരഞ്ഞുകൊണ്ടിരുന്ന 2 മക്കളെ ആ 2 കൈകളിൽ ചേർത്തെടുത്ത് ഉമ്മൻചാണ്ടി. ചേർത്തെടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് പറഞ്ഞു, DCCയുടെ പ്രസിഡന്റിനെ കൂടി വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു വരുത്തിയിട്ട് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു. എന്നിട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ ഇവിടെ